അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മഹത്യ അഥവാ സൂയിസൈഡ് എന്ന് പറയുന്നത് പണ്ടത്തേക്കാൾ അധികം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, പത്രത്തിലായിക്കോട്ടെ നമ്മൾ കാണാറുണ്ട്. ഈ ഇടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വിവാദമായി സെലിബ്രിറ്റികൾ വരെ ഏറ്റെടുത്ത ഒരു വിഷയമായിരുന്നു. കൊച്ചിയിൽ ഒരു 14-കാരനായിട്ടുള്ള ഒരു കുട്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ച ഒരു സംഭവം. ആ വിഷയത്തിൽ ആ കുട്ടി സ്കൂളിൽ വെച്ച് ഒരുപാട് ബുള്ളിയിങ്ങിലൊക്കെ വിധേയനായിട്ടുണ്ടായിരുന്നു. ആ വിഷയം നേരിട്ട് കൈകാര്യം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ കൂടെയുള്ള വഫി ശിഹാബ് സാറ്. അദ്ദേഹം ഒരു ന്യൂറോ സയൻസ് കോച്ചും അതുപോലെ തന്നെ തിയോ സൈക്കോളജിസ്റ്റുമാണ്. മാത്രമല്ല ചൈൽഡ് ഹെൽപ്പിനുമായിട്ടൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയം നേരിട്ട് കൈകാര്യം ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. എന്തായിരുന്നു ആ ഒരു കേസിൽ പ്രധാനമായിട്ടും നിങ്ങളെ ആകർഷിച്ചത്? അതുപോലെ തന്നെ അത് സോൾവ് ചെയ്യാൻ എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങൾ ആ ഉമ്മയെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്? അത് സുബ്ഹാനല്ലാഹ് ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കേസായിരുന്നു അത്. എനിക്ക് വളരെ പ്രിയപ്പെട്ടുള്ള ആളാണ് മരണപ്പെട്ടുള്ള വിദ്യാർത്ഥി എന്ന് പറയുന്നത്. വെരി സാഡനിങ്. അവൻ്റെ സ്കൂളിൽ അവൻ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഹിറ്റ് പുഷ്ഡ്. സൂയിസൈഡുകൾ എന്നുള്ളത് നമ്മുടെ സമുദായത്തിൽ ശരിക്കും ഭയങ്കര കോമൺ ആയിട്ട് വരുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയുടെ മരണം നടക്കുന്നതിൻ്റെ കുറച്ച് ഒരാഴ്ചകൾക്ക് മുന്നേ അവിടെ 2 മരണങ്ങൾ വേറെ നടന്നിട്ടുണ്ട്. അതും ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രായക്കാരായിട്ടുള്ള കുട്ടികളാണ്. പണ്ട് കാലത്തൊക്കെ നമ്മള് ഈ ആത്മഹത്യ കേൾക്കുക എന്നുള്ളത് തന്നെ വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അതെ. റെയർ കേസുകളാണ്. ഉം. പക്ഷെ ഇപ്പോ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലുണ്ടാവും. അത് കുറേ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പിന്നെ വളരെ വിവാദമായിട്ടുള്ള ചില കേസുകളൊക്കെ വരുമ്പോഴാണ് ആളുകൾ അറിയുക. ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ കുറച്ച് ശബ്ദകോലാഹലങ്ങളുണ്ടാവും. കുറേ ആളുകൾ കുറേ ഒപ്പീനിയൻസ് പറയാനുണ്ടാകും. എന്നുള്ളതിലുപരി പ്രോപ്പർ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഒന്നും ഇപ്പോഴും വരുന്നില്ല. ഗവൺമെൻറ് അടുത്തൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്കൂൾ സംവിധാനങ്ങളുടെ അടുത്തൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഇറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. നമ്മൾ സൂയിസൈഡുകളെ പറ്റി സംസാരിക്കുമ്പോൾ 2 ടൈപ്പ് സൂയിസൈഡുകളുണ്ട്. ഒന്നാമത്തത് പ്രീ മെഡിറ്റേറ്റഡ് സൂയിസൈഡും അതുപോലെ തന്നെ രണ്ടാമത് ഇമ്പൾസീവ് സൂയിസൈഡുമാണ്. പ്രീ മെഡിറ്റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ജീവിതത്തിലെ ട്രോമകൾ കാരണം, പ്രശ്നങ്ങൾ കാരണം, പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കാരണം തകർന്ന് ഒരു വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള അവസ്ഥയിൽ അവരെന്ത് ചെയ്യും? ഓക്കെ, ഇനി ജീവിതം എൻഡ് ചെയ്യാം. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ അഹെഡ് വിത്ത് മൈ ലൈഫ്. പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോ അത് ഏത് വയസ്സ് മുതലായിരിക്കും അവര് ഇങ്ങനെ ഒരു തോട്ട് വരാ? അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു സിംപ്റ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും നമുക്കതിൽ. അത് ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. പിന്നെ ഏജിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ശരിക്കും കുറേ രക്ഷിതാക്കൾക്ക് ഇതും അത്ഭുതമായിരിക്കും. 7 വയസ്സ് മുതലുള്ള കുട്ടികളടക്കം എന്തിന് ദേ ഹാവ് സൂയിസൈഡൽ ടെൻഡൻസീസ്. ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ചില കേസുകളുണ്ട്. 7 വയസ്സ് 8 വയസ്സിൽ ദേ തിങ്കിങ് അബൌട്ട് സൂയിസൈഡ്. വീട്ടിൽ പ്രശ്നങ്ങളാണ്. ഉമ്മയും ഉപ്പയും ഡിവോഴ്സിന് പോവാണ്. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എന്താണ് ഇവിടുന്ന് ഫ്ലാറ്റിൽ നിന്ന് ചാടിയാലോ? ഇത് എനിക്ക് ഭയങ്കര പ്രഷറാണ്, ഭയങ്കര ടെൻഷനാണ്, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതൊക്കെ അവർ ചിന്തിച്ചിട്ട് ദേ ഹാവിങ് സൂയിസൈഡൽ ടെൻഡൻസീസ്. ആ പ്രായത്തിലുള്ള കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നത് കുറവാണ്. പക്ഷെ ടെൻഡൻസീസും സൂയിസൈഡൽ തോട്ടുകളും നമ്മൾ ഈ 7 വയസ്സ് മുതൽ അതെ ഉണ്ടായിരിക്കും. കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സിംറ്റംസ് കാണാൻ പറ്റും. ചില റെഡ് ഫ്ലാഗുകൾ കുട്ടികളിൽ കാണാൻ പറ്റും. ഈ റെഡ് ഫ്ലാഗുകൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, ആ സിംറ്റംസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ആക്ഷൻ എടുക്കുക എന്നുള്ള നിർബന്ധമായിട്ട് പാരൻസ് ചെയ്യേണ്ടത്. പക്ഷേ രണ്ടാമത് നടന്ന കേസ്, അതായത് വളരെ ഇമ്പൾസീവ്, ഞാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു കേസ് ഉണ്ടല്ലോ, അത് അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അത്രയും കൂടുതൽ പ്രഷർ വന്നു. ഇതിൽ പ്ലാനിങ് ഒന്നുമില്ല. നമുക്ക് പുറമെ അത്ര കൂടുതൽ സിംറ്റംസ് ഒന്നും കാണാൻ പറ്റൂല. പക്ഷെ അത് കുട്ടി ഭയങ്കര പ്രഷറിലൂടെ പോവാണ്. ഈ നമ്മുടെ ബ്രെയിനിനെ പറ്റി സംസാരിക്കുമ്പോൾ വി ഹാവ് എ ഇമോഷണൽ ഫാക്കൽറ്റി ആൻഡ് ലോജിക്കൽ ഫാക്കൽറ്റി, അല്ലെങ്കിൽ റാഷണൽ ഫാക്കൽറ്റി. അതായത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇമോഷണലായിട്ടും ചിന്തിക്കാം, റാഷണലായിട്ടും ചിന്തിക്കാം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ ലോജിക്കലായിട്ട് മുന്നോട്ട് പോകുന്നു, ആ സമയത്ത് നമ്മൾ അത്രത്തോളം ഇമോഷണൽ ഫാക്കൽറ്റിയായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ടാവില്ല. എത്രത്തോളം ഇമോഷണൽ ഫാക്കൽറ്റി കൂടി വരുന്നോ അത്രത്തോളം നമ്മൾ ലോജിക്കൽ ഫാക്കൽറ്റി അല്ലെങ്കിൽ ലോജിക്കലായിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇമോഷണലി ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ലോജിക്കൽ ഫാക്കൽറ്റി കുറഞ്ഞു വരികയും ഇമോഷണൽ ഫാക്കൽറ്റി ഭയങ്കര കൂടി വരികയും ചെയ്യും. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുക. അത്ര കൂടുതൽ ആലോചിക്കാതെ, അതിൻ്റെ പരിണഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ, അതിൻ്റെ റിസൾട്ടുകളും കോൺസിക്വൻസുകളും എൻ്റെ ഉമ്മ അവരുടെ ജീവിതം പിന്നീട് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആകുമോ എന്നൊരു ചിന്തയൊന്നും ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ മേലെ ആയിരിക്കും, ചിലപ്പോൾ ഡെസ്പറേഷൻ്റെ മേലെ ആയിരിക്കും, ചിലപ്പോൾ ഡിപ്രഷൻ്റെ മേലെ ആയിരിക്കും, വളരെയധികം സങ്കടത്തിൻ്റെ മേലെ പെട്ടെന്ന് ഒരു എടുത്തുചാട്ടമാണ് ശരിക്കും രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തതിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. രണ്ടാമത്തതിൻ്റെ സൊല്യൂഷൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. ഒന്നാമത്തതിൻ്റെ സിംറ്റംസ് കവർ ചെയ്തതിന് ശേഷം. എന്തൊക്കെയായിരുന്നു ആ സിംപ്റ്റംസ് എന്ന് പറയാം? സിംറ്റംസ് കുറേ ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ സൈക്കോളജിയിൽ DSM, ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് വി ഹാവിങ് എ സെറ്റ് ഓഫ്
കോമ്പൈലേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. അതിലിങ്ങനെ സിംറ്റംസ് പറയും. അപ്പോൾ നമ്മൾ വ്യത്യസ്ത ICD ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത സിംറ്റംസ് കാണും. പക്ഷേ ജനറലി ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തത്, അവരുടെ ഭാഷയിൽ ഹോപ്പ്ലെസ്നെസ് കാണും. ഹോപ്പ്ലെസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭാവിയിലേക്ക് ഇനി അത്ര കൂടുതൽ നോക്കാനില്ല. അവർ ഭാവിയെക്കുറിച്ചൊന്നും അത്ര എന്താണ് ചിന്തിക്കൂല. എനിക്ക് ആരാവണം, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാലൊന്നും അവരുടെ അടുത്തുനിന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം ഉണ്ടാകില്ല. ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് പ്രീ മെഡിറ്റേറ്റഡ് സൂയിസൈഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന സന്ദർഭത്തിൽ എനിക്കത് ചെയ്യണം. അപ്പോൾ ആ സന്ദർഭം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കൂല. അതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്താണ് സൂചന കാണാൻ പറ്റും, ഹി ഡസൻറ്റ് ഹാവ് എ ക്ലിയർ കട്ട് ആൻസർ. അത് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്, എൻ്റെ ജീവിതം മടുത്തു. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കൗൺസിലിങ്ങിന് വരുമ്പോൾ ഈ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള കുട്ടികൾ അവർ പറയും, എൻ്റെ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ഇനിയില്ല. അതുപോലെ തന്നെ എന്താണ്, എൻ്റെ പ്രശ്നം ആർക്കും മനസ്സിലാവില്ല. അതുപോലെ തന്നെ എന്താണ്, ഇനി ഈ പ്രശ്ന സൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ആ സൊല്യൂഷൻ എനിക്കെന്താണ്, ഐ ഹാവ് നോ വേ ടു എക്സിക്യൂട്ട് ഇറ്റ്. അത് പ്രാഗ്മറ്റൈസ് ചെയ്യാനുള്ള, പ്രാക്ടിക്കലി കൊണ്ടുവരാനുള്ള ഒരു കെൽപ്പ് എൻ്റെ കയ്യിലില്ല. ഞാൻ ഭയങ്കര ഹോപ്പ്ലെസ് ആയിരിക്കും, ഭയങ്കര കോൾഡായിരിക്കും, ഭയങ്കര സാഡായിട്ടായിരിക്കും. അവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് എന്താണ്, വി ക്യാൻ സെൻസ് ഇറ്റ്, അവരുടെ ടോണിൽ തന്നെ മനസ്സിലാവും. 3 ആഴ്ച മുന്നേ നടന്നിട്ടുള്ളൊരു സൂയിസൈഡ് കേസ് ഉണ്ട്. അതിൽ കുട്ടി കത്ത് എഴുതിയിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. ആ മരണപ്പെടുമ്പോൾ അവൻ എഴുതിയിട്ടുള്ള കത്തിൽ പോലും ഹോപ്പ്ലെസ്നെസ്സിൻ്റെ വാക്കുകൾ നിരന്തരം നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഓൾറൈറ്റ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ അവന് നിരന്തരം പറയുന്നത്, ഇപ്പോൾ ഇടയ്ക്ക് കുട്ടികൾ പറയുന്നത് സ്വാഭാവികമാണ്. മനുഷ്യൻ്റെ ജീവിതം എന്നുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഹോപ്പ്ലെസ് ആയിന്ന് വരും. അതൊന്നും വലിയ പ്രശ്നമല്ല, ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് എ പാറ്റേൺ ഓഫ് ബിഹേവിയർ. നിരന്തരം എന്താണ്, ഒരു സംസാരത്തിലും സ്വഭാവത്തിലും ഒക്കെ എന്താണ്, ഒരു ഹോപ്പ്ലെസ്നെസ് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അത് പാരൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവര് കൃത്യമായിട്ട് എങ്ങനെയാണ് പാരൻസ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? അത് ഒന്നാമത് പാരൻസ് ഇത് വളരെ ലാഘവത്തോടു കൂടി എടുക്കുന്നൊരവസ്ഥയുണ്ട്. അതായത് ഇത്ര വലിയൊരു പ്രശ്നമല്ല, അവനത് ഹി വിൽ ഓവർകം ഇറ്റ്. കുട്ടികളിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് അൽഹംദുലില്ലാഹ് ഖൈർ തന്നെയാണ്. പക്ഷെ അത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാറരുത്. കാരണം ഇതൊരു റെഡ് ഫ്ലാഗ് ആണ്. ദിസ് ഇസ് എ റെഡ് ഫ്ലാഗ്. നമുക്ക് കൗൺസിലിങ്ങിന് വരുമ്പോൾ ഓബ്വിയസ്ലി കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറയുന്ന ആളുകൾ തന്നെയാണ് ഡെയിലി വരിക. ഒരു 5-6 കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡെയിലി ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കുട്ടികളിൽ കുറച്ച് ഡ്യൂറേഷന് കൂടുതൽ ഒരു ഹോപ്പ്ലെസ്നെസ് റെക്കറിങ് ആയിട്ട്, റിപ്പീറ്റഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഫയർ അലാറം വരും മൈൻഡിൽ. കാരണം അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. റൈറ്റ്. അത് ഐ ഡു റിമെമ്പർ ഒരു സ്പെസിഫിക് കേസിൽ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെക്കറൻ്റ് ആയിട്ട് ഹോപ്പ്ലെസ്നെസ്സിൻ്റെ കാര്യം ഉണ്ട്. അത് പാരൻസിനോട് പറഞ്ഞു, പാരൻസ് അംഗീകരിച്ചില്ല. എൻ്റെ കുട്ടിയോ, എൻ്റെ മോൻ എന്താണ് പ്രശ്നം, ഞാൻ അവനെ സ്കൂളിൽ അയക്കണില്ലേ, അത് ഞാൻ കുട്ടിയെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ് പാരൻസ് അതെ. കണ്ടിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതായത് എപ്പോഴും കുട്ടിയെ സപ്പോർട്ട് ചെയ്യണം, എപ്പോഴും എന്താണ്, എൻ്റെ കുട്ടി എന്താണ്, സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നൊരു സംഭവമാണെന്ന് പോലെ അങ്ങനെ കാണുന്ന പാരൻസ് ഉണ്ട്. എൻ്റെ കുട്ടിക്ക് ഒരു തെറ്റും പറ്റൂല, സൂയിസൈഡൽ ചിന്താഗതി എന്നുള്ളത് എൻ്റെ മകൻ്റെ ചിന്തയിൽ പോലും ഒരിക്കലും വരൂല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ളതാണ്, ഇങ്ങനെ അവർ പറഞ്ഞു, നമുക്ക് കുട്ടിയോട് എൻഗേജ് ചെയ്യുന്നതിൽ വി ഹാവ് ലിമിറ്റേഷൻ. പിന്നെ പാരൻസ് കൗൺസിലിങ്ങിന് വരാതായി. സ്കൂളിൽ നിന്നാണ് പിന്നെ കോൾ വന്നത്, സൂയിസൈഡൽ അറ്റംപ്റ്റ് ആണ്. മലപ്പുറത്താണ് കേട്ടോ കേസ് നടക്കുന്നത്. മലപ്പുറത്താണ്. സൂയിസൈഡൽ അറ്റംപ്റ്റ് ആണ്. സൂയിസൈഡൽ അറ്റംപ്റ്റിൽ കട്ട് ചെയ്യുന്നത്, അതിന് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അപ്പോൾ കട്ട് ചെയ്യുന്നത് ഇവിടെയാണ് യൂഷ്വലി കട്ട് ചെയ്യേണ്ടത്. യൂഷ്വലി സൂയിസൈഡ് കേസുകൾ കാണുമ്പോൾ ഇവിടെ കട്ട് ചെയ്തത് വെയിൻസ് ഇവിടെയാണല്ലോ, പക്ഷെ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇറ്റ് വാസ് നോട്ട് എ കംപ്ലീറ്റ് സൂയിസൈഡൽ അറ്റംപ്റ്റ്, പക്ഷെ അതിനുള്ളൊരു ട്രയൽ പോലെയായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ റെഡ് ഫ്ലാഗ്സ് ആണ്. സെൽഫ് ഹാമിങ് ബിഹേവിയർ ഉണ്ടാവുക എന്നുള്ളത് റെഡ് ഫ്ലാഗ് ആണ്. അത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ കുട്ടികളെ കാണുമ്പോൾ ഇവിടെ കോറിയതൊക്കെ കാണുന്നുണ്ടാവും. കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞിട്ട് പറയും, അത് എന്താണ്, കളിക്കുമ്പോൾ ആയതാണ്, ഇങ്ങനെ ആകുമ്പോൾ ആയതാണ്. ഒരു പാരന്റ് എനിക്ക് കൗൺസിലിങ്ങിന് വരുമ്പോൾ പറഞ്ഞത്, അവനിങ്ങനെ ഇവിടെ ആയതാണ് അവിടെ ആയതാണ് പറയുമ്പോൾ പോലും ചില സമയത്ത് കത്രികയുമായിട്ട് എന്താണ് ബാത്റൂമിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാലാണ് പാരന്റ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൗൺസിലിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള റെഡ് ഫ്ലാഗുകൾ നമ്മൾ നിരന്തരം നോട്ടീസ് ചെയ്യുക. ഒന്നാമത് പറഞ്ഞത് ഹോപ്പ്ലെസ്നെസ്സിൻ്റെ വേർഡ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സ് അവരുടെ ബോഡി ലാംഗ്വേജിലും അതുപോലെ തന്നെ നമുക്ക് ജനറലി കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ പാരൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സുഹൃത്ത് ഇങ്ങനത്തെ ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്, എങ്ങനെയായിരിക്കും ഒരു ഫ്രണ്ട് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ശരിക്കും നല്ല രീതിയിൽ അവയർനെസ് കൊടുക്കേണ്ടതുണ്ട്, എന്താണ് സൂയിസൈഡൽ സിംറ്റംസ് എന്നുള്ളത്. അധിക സുഹൃത്തുക്കൾക്കും അവർക്ക് അറിയില്ല. അതായത് എൻ്റെ സുഹൃത്ത് ഇപ്പോൾ എന്താണ് സൂയിസൈഡിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ ദേ ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇറ്റ്സ് നോട്ട് എ ബിഗ് പ്രോബ്ലം, അത്ര വലിയ ഇഷ്യൂ അല്ല,
അവനിങ്ങനെ അവൻ്റെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ റെഡ് ഫ്ലാഗ്സ് എന്താണെന്നുള്ളത് കുട്ടികൾ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ലാംഗ്വേജോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സെൽഫ് ഹാമിങ് ബിഹേവിയർ ഒക്കെ അത് പാരൻസിനോട് കുട്ടികൾ പറയില്ല, ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളോട് പറയും. അതെ. ആ സുഹൃത്തുക്കൾ ചിലപ്പോൾ അവൻ പറയുമ്പോൾ തന്നെ പറയും, ആരോട് ഈ പറയരുത് കേട്ടോ എന്ന് പറയും. പക്ഷെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അതായത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ശരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇഫ് യു റിയലി ലവ് യുവർ ഫ്രണ്ട്, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു അതോറിറ്റിയുമായിട്ട് ടീച്ചറുമായിട്ടോ അല്ലെങ്കിൽ പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയൽ ഇറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ കുട്ടികൾക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രാക്ടിക്കലി എന്താണ് അവർക്കൊരു ഇപ്പോൾ കുട്ടികൾ എന്നുള്ള നിലയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടിന് ലിമിറ്റേഷൻ ഉണ്ട്. ചിലപ്പോൾ സുഹൃത്തിനോട് എന്താണ് ഈ അങ്ങനെ ചെയ്യല്ലടാ എന്നൊക്കെ പറയാൻ പറ്റും, അതെ. ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതിലുപരി അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെങ്കിൽ ദേ കാൺ ഗിവ് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരോട് പറയാം, ട്രൈ ടു കണക്ട് വിത്ത് എ ട്രസ്റ്റഡ് അഡൾട്ട്. അതായത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡൾട്ടുമായിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റുമായിട്ടോ സ്കൂളിലുള്ള കൗൺസിലറുമായിട്ടോ കുട്ടിയെ കണക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളുടെ അവര് ഒരുപാടധികം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ഉം. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗം എങ്ങനെയായിരിക്കണം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്? സോഷ്യൽ മീഡിയ ഈസ് എ വെരി ബിഗ് ഫാക്ടർ. ഭയങ്കര വലിയൊരു ഫാക്ടറാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആ ഇൻഫർമേഷൻ ഇറ്റ് വിൽ ഡയറക്ട്ലി എഫക്ട് ദെയർ മൈൻഡ്. എനിക്ക് ഓർമ്മയുണ്ട് ഈ ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ഡിപ്രഷനും കോൾഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരു കുട്ടി, 14 വയസ്സ് എന്നാണ് എൻ്റെ ഓർമ്മ, പെൺകുട്ടിയാണ്. ഓക്കെ. അവൾ വന്നിട്ട് അവരുടെ പാരൻസും ഉണ്ട്. അപ്പോൾ പാരൻസ് റൂമിൻ്റെ ഫോട്ടോയും കാണിച്ചു. റൂം എന്ന് പറഞ്ഞാൽ അലങ്കോലമായിട്ടിട്ട് അതിൽ കുട്ടി സ്പ്രേ പെയിൻറ്റ് വാങ്ങിയിട്ട് എന്താണ് ചുമന് ചിലപ്പോൾ ഡാർക്ക് കളർ കൊടുക്കും. ഉം. അവരുടെ ഡയറിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വളരെ ഡാർക്കായിട്ടുള്ള ഫിഗേഴ്സ്, എന്താണ് വളരെ സ്കെയറി ഇമേജസ് ഒക്കെ പേസ്റ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ഡയറിയും ജേർണലൊക്കെ ഉള്ള ഒരാൾ. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു, വൈ ആർ യു ഡൂയിങ് ദിസ്? ലൈക്ക് സാധാരണ കുട്ടികളുടെ പാരൻസ് വെച്ച് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള അതെ, അതെ. വൈബ്രൻ്റ് ആയിട്ടുള്ള എവിടെ പോയി കഴിഞ്ഞാൽ ചിരിക്കുന്ന ഈ കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടി എന്ന് പറയുന്നത് ഗസ്റ്റ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല, സോഷ്യൽ ഇൻട്രാക്ഷൻസ് വളരെ കുറവാണ്. അധിക സമയം എന്താണ് കയ്യിൽ ഫോണായിരിക്കും. അപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു, കയ്യിൽ ഫോൺ അത് സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചാൽ കുട്ടികൾ തരില്ല. റാപ്പ് ഫോർമേഷൻ കഴിഞ്ഞു 2-3 സെഷൻസ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കുട്ടിയോട് ഫോണ് മോളൊന്ന് നോക്കാൻ പറ്റുമോ, കാണിച്ചു തരുമോ, ഉം. ഐ വാണ്ട് ടു സീ വാട്ട് യു ആർ ഇൻട്രസ്റ്റഡ് എന്നൊക്കെ ചോദിച്ചിട്ട് ഓക്കെ. കുട്ടി കാണിച്ചു തരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അവർ ഫോളോ ചെയ്യുന്ന കുറേ പേജസ് ആണെങ്കിലും അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കുറേ ചാനലാണെങ്കിലും സ്പെസിഫിക്കലി നോട്ട് ചെയ്തിട്ടുള്ള പേരാണ് ബില്ലി ഐലിഷ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഷീ ഈസ് എ സിംഗർ. ഓൾറൈറ്റ്. അവർ ബില്ലി ഐലിഷ് എന്നുള്ള സിംഗർ അവർ പാടുന്ന പാട്ടുകൾ വളരെ എന്താണ് ഡിപ്രസീവ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും. അതിൽ റെക്കറൻ്റ് ആയിട്ട് വരുന്ന തീമുകൾ എന്ന് പറയുക അങ്ങനത്തെ തീമുകളാണ്. അപ്പോൾ ഇവർ ഫോളോ ചെയ്യുന്ന ആളുകൾ തന്നെ അങ്ങനെയുള്ള ആളുകളാണ്. ചില പേജുകൾ കണ്ടു, ശരിക്കും വളരെ റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള കുറേ പേജുകളുണ്ട്. ഡിപ്രഷനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഡിപ്രഷൻ ഈസ് കൂൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ടൈപ്പ് തീംസും കണ്ടൻസും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. കുട്ടികൾ ദേ മോഡൽ ആഫ്റ്റർ എ ബിഹേവിയർ. കുട്ടികളുടെ ലേണിംഗ് തിയറീസ് നമുക്ക് സൈക്കോളജിയിൽ കുറേ കാണാൻ പറ്റും. ജോൺ പോഷയുടെ തിയറി, അങ്ങനെ കുറേ തിയറീസ് ഉണ്ട് അബൌട്ട് ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ്. അതിൽ പ്രധാനപ്പെട്ട് പറയുന്ന ഒരു സംഭവമാണ്, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവരുടെ ലേണിംഗ് എന്നുള്ളത് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഒബ്സർവ് ആൻഡ് ദേ ഇമിറ്റേറ്റ്. അവരെന്താണോ കാണുന്നത് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കുറേ കണ്ടൻറ്റുകളുണ്ട്. ഈ കണ്ടൻറ്റുകൾ നിരന്തരം കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ ദേ വിൽ ഒബ്സർവ് ഇറ്റ് ആൻഡ് ദേ വിൽ ഇമിറ്റേറ്റ് ഇറ്റ്. അങ്ങനെയും സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് കുട്ടികൾ പോകാം. അപ്പോൾ ഇതിന് ഗ്ലോറിഫിക്കേഷൻ ഭയങ്കര കൂടുതലുണ്ട്, കില്ലിംഗ് ഭയങ്കര കൂടുതലാണ്. ഗെയിമുകൾ നോക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കില്ലിംഗ് എന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള സംഭവമാണ്. GTA വൈസ് സിറ്റി എന്ന് പറയുന്ന ഒരു ഗെയിം, അതെ, ഉണ്ട്. അതിൽ സുബ്ഹാനല്ലാഹ് അതും ഒരു കൗൺസിലിംഗ് കേസായിട്ട് വന്നതാണ്. കുറച്ച് മുന്നെയാണ് അത് വന്നിട്ടുള്ളത്. അതിൽ എന്താണ് ഈ കുട്ടിയുടെ ഹോബി എന്നാണ് പാരന്റ് കണ്ടിട്ട് കൺസേൺ ആയിട്ട് പറയാം കേട്ടോ. ഈ കുറച്ച് മുന്നേ കൗൺസിൽ ചെയ്യുന്ന ഒരു കുട്ടിയാണ്, വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പാരന്റ് ഇങ്ങനെ പോയിന്റ് പറയണതിൽ പറയണത്, പാരന്റിന് അത്ഭുതം തോന്നിയിട്ടുള്ളത് ഈ കുട്ടി കാർ ഇങ്ങനെ ഓടിക്കും ഗെയിമിൻ്റെ ഉള്ളിൽ. എന്നിട്ട് കുട്ടീൻ്റെ ഹോബി എന്താ പറയുക, ഓരോ ആൾക്കാരെ മേത്ത് കൂടെ ഇങ്ങനെ കയറുക, ഇങ്ങനെ കയറിയിട്ട് യെസ് 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 എന്ന് പറയുന്ന ഒരു സംഭവം. ഒരു സൈക്കോട്ടിക് ടെൻഡൻസിയാണ്, സൈക്കോപ്പത്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ പോവുകയാണ്. അപ്പോൾ അതിന് സോഷ്യൽ മീഡിയ ആൻഡ് ഗെയിംസ് ഡെഫിനറ്റ്ലി പ്ലേ ഹ്യൂജ് റോൾ. മൂവി ഇൻഡസ്ട്രി പ്ലേസ് എ ഹ്യൂജ് റോൾ. പാരൻസ് എത്രത്തോളം ഇത് അവെയർ ആണ് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്. ഗെയിമും അതുപോലെ നേരത്തെ പറഞ്ഞ മറ്റേ കേസിൽ ഒരു മ്യൂസിക് ഒക്കെ ഇതിനൊരു കാരണമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി. അപ്പോൾ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗെയിം അഡിക്ഷൻ ഉള്ള അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇങ്ങനെ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 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 കുട്ടിയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അവരോട് ഒരു അപ്രോച്ച് ചെയ്യേണ്ടത്? ഒറ്റയടിക്ക് നിർത്തുന്നതാണോ? അതല്ല എങ്ങനെയായിരിക്കണം അതിൻ്റെ സ്റ്റെപ്പുകൾ? അതിന് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പാരൻസ് ചെയ്യുന്നത്
പാരന്റ് ചിലപ്പോൾ ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് പോയിട്ട് കുട്ടിയുടെ അടുത്ത് നിന്ന് ലാപ്ടോപ്പ് എടുത്ത് മാറ്റുന്നു, പ്ലേ സ്റ്റേഷൻ എടുത്ത് മാറ്റുന്നു, ഫോൺ എടുത്ത് മാറ്റുന്നു. ഇൻ ദെയർ പെർസ്പെക്റ്റീവ് ഇറ്റ് ഈസ് എ സൊല്യൂഷൻ എന്ന് അവർ വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അതൊരിക്കലും ഒരു സൊല്യൂഷൻ ആയിട്ട് മുന്നോട്ട് വരില്ല. കാരണം ആ ഒരു ബിഹേവിയർ അത് അവരുടെ മനസ്സിലുണ്ട്. ഈ ബിഹേവിയർ മാറ്റാത്തോളം കാലത്തോളം വി ബേസിക്കലി സീ ദാറ്റ് ദേ വിൽ റിട്ടേൺ ടു ദ സെയിം ബിഹേവിയർ വൺസ് ദേ ഗെറ്റ് ദ ലാപ്ടോപ്പ്. അതെന്തായാലും കിട്ടും. ലാപ്ടോപ്പ് കുട്ടിക്ക് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ പിന്നീട് വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണാതെ ആയിരിക്കും അവർ അത് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെൻ വി എൻഗേജ് വിത്ത് ചിൽഡ്രൻ ഹിക്മത്തോടു കൂടി എൻഗേജ് ചെയ്യാം. അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ബിഹേവിയറൽ ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഒന്നാമത് എത്രത്തോളം അഡിക്ഷൻ ഉണ്ട് എന്നുള്ളത് ചോദ്യമാണ് കേട്ടോ. കാരണം നോർമൽ ഗെയിമിംഗ് ബിഹേവിയർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആണെങ്കിൽ അത് കുറേയൊക്കെ എന്താണ് നമുക്ക് പാരൻസിന് തന്നെ പ്രോപ്പറായിട്ട് എൻഗേജ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. ഗെയിമിംഗ് അഡിക്ഷൻ ആണെങ്കിൽ ഈ അഡിക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ന്യൂറലി വൈഡ്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് വിഡ്രോവൽ സിംറ്റം. വിഡ്രോവൽ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ അടുത്തുനിന്ന് നമ്മൾ ആ ഒരു ഗാഡ്ജറ്റ് എടുത്ത് മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, റിയാക്ട് ചെയ്യും, ഇമ്പൾസീവായിട്ട് ചിലപ്പം ആർക്കും നിലത്ത് കിടന്നിട്ട് ഇങ്ങനെ കളിക്കും. അത് കാണാൻ പറ്റും. കുറേ വീടുകളിലാണ് അഗ്രസീവായിട്ട് എന്താണ് സാധനങ്ങൾ വലിച്ചെറിയുക, ഡോറ് പൂട്ടി അടക്കുക, അത് കാണാൻ പറ്റും. വിഡ്രോവൽ സിംറ്റമാണ്. നമ്മൾ റീഹാബിലിറ്റേഷൻ സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് ഡ്രഗ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, കൊക്കൈൻ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള ഡ്രഗുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ഡ്രഗ് മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് വിഡ്രോവൽ സിംറ്റം കാണാൻ പറ്റും. വേർക്കൽ കൂടുന്നതും, ഹാർട്ട് ബീറ്റ് കൂടുന്നതും, ബി ബ്ലഡ് പ്രഷർ കൂടുന്നതും, അതുപോലെ തന്നെ ചിലപ്പോൾ ആളുകൾ വയലൻ്റ് ആകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് വിഡ്രോവൽ സിംറ്റം. ഗെയിമിംഗ് അഡിക്ഷൻ്റെ സിമിലറായിട്ട് നമുക്ക് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അഡിക്ഷൻ രീതിയിലാണ് കാര്യങ്ങൾ പോകണമെങ്കിൽ നിർബന്ധമായിട്ട് സൈക്കോളജിക്കൽ കൗൺസിലിംഗിൽ കുട്ടിയെ കൊണ്ടുപോയിരിക്കണം. അത് നിർബന്ധമാണ്. പക്ഷെ മറിച്ച് ഒരു ബിഹേവിയറൽ പ്രോബ്ലം മാത്രമാണ് എന്നുണ്ടെങ്കിൽ പാരൻസിന് പാരൻ്റൽ സ്ട്രാറ്റജീസ് ഉണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള. അതിലൊന്നാമത്തത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ പാരൻസിന് പ്രോപ്പറായിട്ട് പാരൻറ്റിങ് സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യേണ്ട സംഭവമാണ്. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ കുട്ടി ഗെയിം കളിക്കുന്ന സമയം എന്ന് പറയുന്നത് അത് കുറച്ച് കൊണ്ടുവരാം. വീട്ടിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിർബന്ധമാണ്. ചില പാരൻസ് വിചാരിക്കുന്നത് വീട്ടിൽ റൂൾസ് ആയി കഴിഞ്ഞാൽ എന്താണ് കുട്ടിയെ ലിമിറ്റ് ചെയ്യുന്ന അവസ്ഥയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലുമല്ല. ശരിക്കും ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ തെർബിയത്തിൻ്റെ ഒരു രൂപമാണ് ശരിക്കും എന്താണ് വീട്ടിൽ റൂൾസും റെഗുലേഷൻസും അച്ചടക്കവും അദബും അഖ്ലാഖും ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് റൂൾസ് വെക്കുക. അതായത് ഇന്ന് ഇത്ര സമയം കളിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതൊരു എന്താണ് പോസിറ്റീവ് സ്ട്രാറ്റജി ആക്കി മാറ്റുക. അതായത് നീ ഇന്ന് റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയം കളിക്കാം. ആ കളിക്കുന്ന സമയം എന്താണ്? ഇപ്പോൾ ആദ്യം 3 മണിക്കൂറാണ് കളിക്കുന്നതെങ്കിൽ അതിങ്ങനെ കുറച്ച് കൊണ്ടുവരാം. ഓൾറൈറ്റ്. അത് കുറച്ച് കൊണ്ടുവരുമ്പോൾ അധികം പാരൻസ് പിന്നെയും ഒരു മിസ്റ്റേക്ക് നടത്തും. അത് കുറച്ച് കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് ആൾട്ടർനേറ്റീവ് കൊടുക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സമ്മർ വെക്കേഷൻ്റെ സമയത്ത് ഖത്തറിൽ നിന്ന് വന്നിട്ടൊരു കേസാണ്. സമ്മർ വെക്കേഷൻ കുട്ടികൾ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിലാണ്. പുറത്തു പോകാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ ആകെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ ഗെയിം കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗെയിം കളിക്കുന്ന സമയം ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. പക്ഷേ അപ്പോൾ ബാക്കി കുട്ടികൾക്ക് ബാക്കിയുള്ള സമയം എന്താ ചെയ്യാനും? ഒന്നും ചെയ്യാനില്ല. ഒരു വോയിഡ് സ്പേസ് ആണ്. അവർ ബോർഡാണ്. അതുകൊണ്ട് വേറെ കുറേ നെഗറ്റീവ് ബിഹേവിയറിലൊക്കെ അവർ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ബിഹേവിയർ കുറച്ച് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് ബിഹേവിയർ, ആൾട്ടർനേറ്റീവ് പോസിറ്റീവ് ബിഹേവിയർ ദാറ്റ് ദ ചൈൽഡ് ഫൈൻഡ്സ് ഇൻട്രസ്റ്റിംഗ്. കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള, അത് ഫുട്ബോൾ കളിയാണോ വേറെ എന്താണെങ്കിലും എന്തായിരിക്കും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ബിഹേവിയർ അവിടെ റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സമയം കൂട്ടി കൊണ്ടുവരിക. മറ്റേതിൻ്റെ സമയം ലിമിറ്റഡ് ആക്കി കൊണ്ടുവരിക. ഇങ്ങനെ ഒരു ബാലൻസിങ്ങോട് കൂടി നമുക്ക് അതിനെ എക്സാക്ട്ലി. ഇത് ഒരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ കുറേ ടൈപ്പ് സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ ഇതിലേക്കുള്ള ഒരു എക്സ്പോഷർ കുറയും. ഒരു നെഗറ്റീവ് എക്സ്പോഷർ സുബ്ഹാനല്ലാഹ് ഇറ്റ് ക്യാൻ ബി ഡിക്രീസ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ മ്യൂസിക് അഡിക്ഷൻ എന്ന് പറയും. മ്യൂസിക് അടക്കം ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അതിൽ വരുന്ന ലിറിക്സ് ചിലപ്പോൾ കുട്ടികൾ പാടുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും. അത്രത്തോളം വൾഗർ ആയിട്ടുള്ള ലിറിക്സ് ആയിരിക്കും. റൈറ്റ്. പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഐ ഡോണ്ട് മീൻ ഇറ്റ്. എഫ് വേർഡ്സ് അങ്ങനെ കുറേ കേഴ്സ് വേർഡ്സ് അതിൽ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ അവർ പറയും ഐ ഡോണ്ട് മീൻ ഇത് എന്താണ് പാട്ടിൻ്റെ ഭാഗമല്ലേ, ഇറ്റ്സ് പാർട്ട് ഓഫ് റിതം എന്നൊക്കെ അവർ പറയും. പക്ഷേ സി ഈവൻ ദാറ്റ് എഫക്ട്സ് ദ മൈൻഡ്. കോൺഷ്യസ് മെമ്മറി ഇല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഉറപ്പാണ്. ഡോക്ടർ ഗൊഹാർ മുഷ്താഖിൻ്റെ ഒരു പുസ്തകമുണ്ട്, മ്യൂസിക് മെയ്ഡ് മീ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം കുറേ ബ്രെയിൻ സ്കാനുകൾ പറയുന്നുണ്ട്. ഹൗ ഡസ് മ്യൂസിക് എഫക്റ്റ് യുവർ ബ്രെയിൻ? അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയും മ്യൂസിക് ഈസ് ആക്ച്വലി എ വെപ്പൺ, ഇറ്റ് ഈസ് എ ടൂൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് to directly surpass the logical system of the brain to directly affect the brain or affect the mind. അതായത് നമ്മളിപ്പോൾ ഒരാൾ കൊല്ലുന്നത് ഇങ്ങനെ നമ്മളോട് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ ലോജിക്കലി എന്താണ് കുറച്ച് റെഡ് അലേർട്ട് ആവും. ഇത് സ്വീകരിക്കേണ്ടത് ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ ഇറ്റ് സൗണ്ട്സ് റോങ്, മോറലി ഇത് കറപ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അദ്ദേഹം പറയുന്നത്, നമ്മൾ ആലോചിക്കും. പക്ഷെ മ്യൂസിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ടോണിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സർപാസ് ദ സിസ്റ്റം. എന്നിട്ട് പ്രോപ്പറായി ഡയറക്റ്റ്ലി അത് ഹൃദയത്തിലേക്ക് പോകുന്നുള്ളതാണ്.
അപ്പോൾ നിരന്തരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ മ്യൂസിക് ഇൻഡസ്ട്രിയിലൊക്കെ വരുന്ന പാട്ടുകളുടെ വൾഗാരിറ്റിയും അതിൻ്റെ മ്യൂസിക് എന്നൊക്കെ പറയുന്നത്, ആ മ്യൂസിക് ഭയങ്കര രീതിയിൽ റിതമിക്കലി ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് വളരെ വൾഗറായിട്ടുള്ള കുറേ മെസ്സേജുകൾ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഇപ്പോൾ പാരൻസ് നീഡ് ടു ബി വെരി കോഗ്നിസൻറ്റ്. ഇത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എന്ത് ടൈപ്പ് ലിറിക്സാണ് നമ്മുടെ കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ആളുകളെയാണ് ഈ കുട്ടി ഫോളോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബില്ലി ഐലിഷിൻ്റെ കേസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സെലിബ്രിറ്റീസിനൊക്കെ കുറേ നിരന്തരം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടായിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് ഞാൻ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഡെയിലി രാവിലെയും രാത്രിയും കേൾക്കുന്നത് ആളുകൾ കൊല്ലുന്നതിനെ പറ്റിയിട്ടാണ്, അതുപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസിയെ പറ്റിയിട്ടാണ്, ഡിപ്രഷനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്, കള്ളും കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടാണ്, ഡ്രഗ്സ്, സെക്സ്, റോക്ക് ആൻഡ് റോൾ എന്നുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് ഇൻവിറ്റേഷൻ മെസ്സേജ് ആയിട്ടാണ്. സോ ഡെഫിനറ്റ്ലി ദേ ഗോയിങ് ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ്. ഇപ്പോൾ പേരൻസിന് വലിയൊരു റോളുണ്ട്. മാത്രമല്ല പേരൻസിന് പുതിയ കാലത്തെ കുട്ടികളെ എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അവരുടെ വൈബ് അല്ല എനിക്കുള്ളത് എന്നുള്ളത് ഒരു ഒരു റീസണേ അല്ല. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് കുട്ടികൾ എന്ത് കളിക്കുന്നു, ഏതൊക്കെ ഗെയിം കളിക്കുന്നു, ഏതൊക്കെ തരത്തിലുള്ള മ്യൂസിക്കാണ് അവർ കേൾക്കുന്നത്. ഇതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റി. അതെ, അതെ. അതിലൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തെർബിയത്ത്, ഇസ്ലാമിക ഒരു വശത്തിൽ പറയുമ്പോൾ തെർബിയത്ത് ഒരു വലിയൊരു ഒരു ഘടകമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സൂയിസൈഡ് ടെൻഡൻസിയിൽ ബിലീവ് എന്നുള്ളത് എത്രത്തോളം അതിനെ സഹായിക്കുന്നുണ്ട്? ബിലീഫ് ഈസ് ആക്ച്വലി സ്ട്രോങ് കോമ്പണൻറ്റ് ഓഫ് ഹാവിങ് ഹോപ്പ്. നമ്മൾ ഫെയ്ത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്, ഈമാൻ ഉണ്ടാവുക എന്ന് പറയുന്നത്, സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആങ്കർ ഇൻ ലൈഫ്. അവനെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് ദാറ്റ് ഗിവ്സ് ഹിം ഫൗണ്ടേഷൻ. അത് ദീനാണ്. ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്ന ദീനാണ്. ജീവിതത്തിന് വാല്യൂസ് കൊടുക്കുന്ന ദീനാണ്. ജീവിതത്തിൻ്റെ പർപ്പസ് നിർണ്ണയിക്കുന്നത് ദീനാണ്. അപ്പോൾ ദീൻ ഒരു കുട്ടിയിൽ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് സേവ്സ് ഹിം ഫ്രം എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഞാൻ തന്നെ ചില കേസുകൾ കേട്ടിട്ടുണ്ട്. അത് കോൺഫിഡൻഷ്യൽ ആണ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അതില്ലാതെ പറയാം. അതായത് കുട്ടി പറയാണ്, അവന് ഭയങ്കര വളരെ സങ്കടമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഉമ്മയും ഉപ്പയും എന്താണ് ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന് ചെറുപ്പത്തിലെ ചൈൽഡ് അബ്യൂസിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ CSI, ചൈൽഡ് സെക്ഷൽ അബ്യൂസ് വിഷയമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് അതൊക്കെ. അങ്ങനെ അങ്ങനെ പോയി 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 ആള് ഹോപ്പ്ലെസ്നെസ്സിൻ്റെ അവസാനത്തിലാണ്. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ എന്താണ്, ദർ ഷുഡ് ബി സം പർപ്പസ് ആൻഡ് നീഡ്. അതൊന്നുമില്ലാത്ത അവസ്ഥയിൽ പിന്നെ ആളെന്താണ്, ആത്മഹത്യ ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ഓക്കെ, അതെ. ലെറ്റ് മീ കമ്മിറ്റ് സൂയിസൈഡ് എന്ന് ചിന്തിക്കും. ഇവനോട് ഞാൻ ചോദിച്ചു, ഓക്കെ, വാട്ട് സ്റ്റോപ്സ് യു ഫ്രം കമ്മിറ്റിങ് സൂയിസൈഡ്? ഞാൻ പറഞ്ഞിട്ടുള്ളത്, അത് ഹറാമല്ലേ, സുബ്ഹാ അത് ഹറാമല്ലേ, ഞാനെങ്ങനെ ചെയ്യുക? ഇത് ഞാനിപ്പോൾ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ സൂയിസൈഡ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നത് എങ്ങോട്ടാണ്? നരകത്തിലേക്കാവൂലേ? അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്? അത് സെയിം പണിഷ്മെന്റ് എങ്ങനെയാണോ? ഒരു ഹദീസ് ഉണ്ടല്ലോ അതില്. അതെ. ഹദീസിൽ പറയുന്നുണ്ട്, ഖാലിദൻ മുഖല്ലദൻ അബദ. അതായത് കാലാകാലവും എങ്ങനെയാണോ സൂയിസൈഡ് ചെയ്തത് അതേ രൂപത്തിൽ എന്താണ് അതന്നെ പണിഷ്മെന്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. കത്തികൊണ്ട് മുറിച്ചതാണെങ്കിൽ നിരന്തരം കാലാകാലം കത്തികൊണ്ട് മുറിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇവിടെയുള്ളൊരു പെയിനേക്കാൾ വലിയൊരു പെയിനിലേക്കാണ് പോകുന്നത് എന്നുള്ള പെർസ്പെക്റ്റീവ്, അത് ശരിക്കും തിയോളജിക്കലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ദീൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാൾക്കേ അത് കിട്ടുള്ളൂ. ദീൻ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഡിറ്റേറൻ്റ് ആണ്. ഡിറ്റേറൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റിംഗ് ഫാക്ടറാണ് സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഇപ്പോൾ നെഗറ്റീവ്ലി പണിഷ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഇറ്റ് ഗിവ്സ് ഹോപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, അജബൻ ലി അംറിൽ മുഅ്മിൻ കുല്ലഹു ലഹു ഖൈർ. ഒരു മുഅ്മിനിന്റെ അവസ്ഥ അജീബാണ്. മാ മഅന അജീബ്? എന്താണ് അജീബിന്റെ അർത്ഥം? അതായത് അവന് അത്ഭുതമാണ്. ഒരു മുഅ്മിനിന്റെ അവസ്ഥ അത്ഭുതമാണ്. എങ്ങനെയാ അത് അത്ഭുതമാവുന്നത്? ഹൗ? സഹാബിമാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലഹു ലഹു ഖൈർ. അവന് സംഭവിക്കുന്നതൊക്കെ എന്താണ്, ഖൈറാണ്. അവൻ്റെ ജീവിതത്തിൽ ഷർറ് ഉണ്ടായി കഴിഞ്ഞാൽ അവൻ പറയും അൽഹംദുലില്ലാ, ഖൈർ ഉണ്ടായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയും. ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയും. ബിസിനസ് പൊട്ടി തരിപ്പണമായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയും. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയും. നല്ലൊരു കാറ് റണ്ണിങ്ങിലാണെങ്കിൽ അൽഹംദുലില്ലാ പറയും. എല്ലാത്തിനും അൽഹംദുലില്ലാ പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനല്ലാഹ്, അവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഗ്ലോബലി നമ്മൾ ഇതിൻ്റെ ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കുറവ് സൂയിസൈഡുകൾ നടക്കുന്നത്. അത് തന്നെ ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അവർ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. ആ പ്രശ്നങ്ങളുടെ പരിണിതഫലമായിട്ട് അവസാനം എന്താ, സൂയിസൈഡ് ചെയ്യാമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വലിയൊരു സമുദായം നമ്മുടെ മുന്നിലുണ്ട്. ഗസയിലുള്ള, അതെ. ഫലസ്തീനിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരെന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, അവർ എല്ലാ ടൈപ്പ് ഫിനാൻഷ്യൽ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, സൈക്കോളജിക്കൽ എല്ലാ രീതിയിലും എന്താണ്, ദേ ആർ ആക്ച്വലി ബീങ് ടാർഗറ്റഡ്. ആത്മഹത്യക്ക് വേണ്ട എല്ലാ കാരണങ്ങളും ഓൽക്കുണ്ട്. അതെ, എക്സാക്ട്ലി. എനിക്കത് ഭയങ്കര അത്ഭുതം ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഫലസ്തീനിലേക്ക് പോയിട്ടുണ്ട്. ഉം. അവിടെ ഫലസ്തീനിലേക്ക് പോയി ബെത്ലഹാമിലായിരുന്നു ഞാൻ അന്ന് നിന്നിരുന്നത്. ഓക്കെ. ബെത്ലഹാമിൽ അന്ന് ഒരാളെ പരിചയപ്പെട്ടു, സാമി ആബ്ദെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഓർമ്മയുണ്ട്, അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പുഞ്ചിരിച്ചുകൊണ്ട്, എനിക്കൊന്നിട്ട് 67, 68 വയസ്സുണ്ടാകും.
വെള്ള താടിയുടെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അതിന് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. വെള്ള താടിയുടെ അദ്ദേഹം പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ചോദിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഹാൽ, എന്തൊക്കെയാണ് അവിടെയുള്ള പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് കുറേ നേരം നടന്നു. രാത്രി ഒരു സമയത്താണ് നമ്മൾ നടക്കുന്നത്. കംപ്ലീറ്റ് അത് വീഡിയോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഇങ്ങനെ നടന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ ജനിക്കുമ്പോൾ യുദ്ധകോലാഹലങ്ങളുള്ള ഒരു സമൂഹത്തിലേക്ക് ജനിക്കപ്പെട്ടു. അതിന് റെഫ്യൂജി ക്യാമ്പിൽ അദ്ദേഹം ജീവിക്കുകയാണ്. ചെറുപ്പത്തിലെ ചൈൽഡ് ലേബറാണ്. ഭയങ്കര പ്രയാസത്തിലൂടെ കടന്നു പോവാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ അങ്കിൾ, അദ്ദേഹത്തിൻ്റെ മൂത്താപ്പയെ ജയിലിൽ കൊണ്ടുപോയിട്ടാണ്. ഇതൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം അത് അനുഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒപ്രഷനും സപ്രഷനും നിറഞ്ഞു നിന്നിട്ടുള്ള ഗസയിലെ ഫലസ്തീനി സമൂഹത്തിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു സഫക്കേഷൻ അനുഭവിച്ച് അദ്ദേഹം ജീവിക്കുകയാണ്. അതുമാത്രമല്ല ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ പിക്ചേഴ്സ് ഉണ്ട് ഓരോ സ്ഥലങ്ങളിലും. മരണപ്പെട്ട ആളുകളുടെ പിക്ചേഴ്സ് ഉണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടു. ആമിന ആബ്ദെ എന്നതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് ആമിന ആബ്ദെ, കാരണം അദ്ദേഹത്തിൻ്റെ പേര് സാമി ആബ്ദെ എന്നാണ്. അതെ. സിമിലാരിറ്റി വന്നപ്പോൾ ഞാൻ ചോദിച്ചാണ്. അദ്ദേഹം അവിടെ ഇങ്ങനെ നിന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ഉമ്മി അതെൻ്റെ ഉമ്മയാണ്. എന്നിട്ട് അവരെങ്ങനെയാണ് കൊന്നതെന്ന് പറയുന്നത്, IDF ഫോഴ്സ്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വീട്ടിലേക്ക് അരിച്ചു കയറി എന്നിട്ട് ഫർണിച്ചേഴ്സൊക്കെ പൊട്ടിച്ചിട്ട് ഉമ്മയെ വെടിവെച്ചിട്ടാണ് കൊല്ലുന്നത്. ഉമ്മ മരിക്കുന്നത് സ്വന്തം കൺമുന്നിൽ കാണുന്നുണ്ട്. സാമി ആബ്ദെ, സുബ്ഹാനല്ലാഹ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ബീങ് എ സൈക്കോളജിസ്റ്റ് വി ഡു ഹാവ് ദ ടെൻഡൻസി ആളുകളുടെ പേഴ്സണാലിറ്റി പ്രൊഫൈൽ നോക്കുക. എന്തെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഈസ് ഇറ്റ് ഹാവിങ് എനി നെഗറ്റീവ് കോൺസിക്വൻസസ് എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ആൻസൈറ്റി ഇഷ്യൂസ്, സ്ട്രെസ് പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ കാണേണ്ടതാണ്. ഇതിനകത്ത് കാണുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി കൂടുതൽ നടന്നു. വേറെ ജംഗ്ഷനിലെത്തി. എന്നിട്ട് അവിടെ മരണപ്പെട്ടുള്ള ആളുകളെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ബ്രദറിനെ കൊന്നത് ഇവിടെ വെച്ചിട്ടാണ്. കൊല്ലുന്നത് ഇവിടെ വെച്ചിട്ടാണ്. എന്നിട്ട് അതേ കഥ പറയുന്നുണ്ട്. ഞാനും ബ്രദറും ഈ സൂഖിലൂടെ മാർക്കറ്റ് പ്ലേസിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ബ്രദറിനെ വെടിവെച്ച് കൊന്നു. വെടിവെച്ചിട്ട് ഡെഡ് ബോഡി IDF ഫോഴ്സ് വന്നിട്ട് ബാരിക്കേഡ് ചെയ്ത് വെച്ചു. 5 വക്തിന് പള്ളിയിലേക്ക് പോകേണ്ടത് അതേ റൂട്ടിലൂടെയാണ്. ബാരിക്കേഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഡെഡ് ബോഡി എന്താണ് എടുക്കാനോ അതെടുത്ത് കൊണ്ടുപോയി ജനാസ ചെയ്യുവാനോ ഈ IDF സമ്മതിക്കുന്നില്ല. അവിടെ ഫുൾ പോലീസ് ഫോഴ്സ് അവിടെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. അദ്ദേഹം 5 വക്ത് നമസ്കരിക്കാൻ പോകുമ്പോൾ സ്വന്തം സഹോദരൻ്റെ ഡെഡ് ബോഡി മുന്നിൽ കണ്ടുകൊണ്ട് നടന്നു പോയിട്ടുള്ള സാമി ആബ്ദെ എന്നോടിത് പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഐ ഡോണ്ട് ഹാവ് എൻ എക്സ്പ്ലനേഷൻ ഫോർ ദിസ്. സൈക്കോളജിക്കലി ദർ ഈസ് നോ എക്സ്പ്ലനേഷൻ ദാറ്റ് ഐ ക്യാൻ ഗിവ്. നമ്മളിങ്ങനെ നടന്ന് ഞാൻ അപ്പോഴത്തേനും കുഴങ്ങി. അത് ഭയങ്കര ടയേർഡായി. കുറേ ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായി. ഭയങ്കര കൺഫ്യൂസ്ഡായി. ഞാൻ സാമി ആബ്ദയോട് ചോദിച്ചു, യാ സാമി ആബ്ദെ കൈഫ് തസ്തതിഅ തബ്തസിം? ഹൗ ആർ യു ഏബിൾ ടു സ്മൈൽ? എങ്ങനെ ചിരിക്കാൻ കഴിയും സാമി ഭയങ്കര ആബ്ദെ ചോദിച്ചു. അത്ഭുതമാണത്. അത്ഭുതമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ വാഫി തവക്കൽതു അല അല്ലാഹി വഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞാൻ അല്ലാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. സുബ്ഹാനല്ലാഹ്. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടിട്ടുള്ള ഒരു ഹോപ്പ്ഫുൾനെസ് ഉണ്ട്. അത് ദീൻ കൊടുക്കുന്നതാണ്. വേറൊരാൾക്കും അത് കൊടുക്കാനോ എടുക്കാനോ കഴിയില്ല. അപ്പോൾ ദീൻ മനസ്സിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദ ബിഗ്ഗസ്റ്റ് ഡിറ്ററൻറ്റ്. എന്ത് പ്രയാസങ്ങളും പരീക്ഷ ഉണ്ടായി കഴിഞ്ഞാലും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള, അതുപോലെ തന്നെ അത് മറികടന്ന് കുതിച്ചു പായാനുള്ള, പരീക്ഷണങ്ങളിലും പ്രശ്നങ്ങളിലും തകരാതെ പതറാതെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു കറേജും കോൺഫിഡൻസും കാൻറ്ററും ദാറ്റ് സ്പങ്ക് ആൻഡ് സ്പിരിറ്റ് അത് ദീനെ കൊടുക്കുള്ളൂ. അതെ. അതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി ഗിവിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ ടു യങ് ചിൽഡ്രൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ദാറ്റ് പാരന്റ് ക്യാൻ ഡു. കുട്ടികളുടെ ജീവിതം സംരക്ഷിക്കണമെന്ന് ഇഷ്ടമുള്ള പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റിസർച്ചിലൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ കുട്ടികളുടെ പിന്നെ അവരുടെ ഭാഷയിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും ഇന്നത്തെ കാലത്ത് അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന തിന്മകൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. പണ്ട് കാലത്തുള്ളതൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർ ഇസ്ലാമിക് മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു പിന്നെ മുന്നോട്ട് വന്ന ഒരു കാര്യമാണ്, ഒരു ആശയമായിരുന്നു. അതിൽ വഫി ഷാ സാറ് റിസർച്ച് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് എന്തൊക്കെയാണ്? ഇൻ വൺ വേർഡ് ഖാഫ് അക്കാഡമിയാണ്. അൽഹംദുലില്ലാ. എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് എ ബിഗ് തിങ്. നമ്മുടെ കാലഘട്ടത്തിലെ സമകാലികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം നിലവിലില്ല എന്ന് തന്നെ പറയാം. അത് എൻ്റെ പേഴ്സണൽ അന്വേഷണത്തിൽ ഞാൻ പറയാൻ കേട്ടോ. അതിൽ ഇപ്പോൾ കുട്ടികൾ കുറേ രീതിയിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു, സൂയിസൈഡ് ടെൻഡൻസി എന്നുള്ളത് ഇറ്റ്സ് ഓൺലി വൺ ഓഫ് ദ ഇഷ്യൂസ്.
അതിന് പുറമെ ലിബറലിസം, ഫെമിനിസം, LGBTQ ആക്ടിവിസം, ഏത്തീസം ഇങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് കുട്ടികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഗെയിമിംഗ് അഡിക്ഷൻ പ്രശ്നങ്ങൾ, ഡ്രഗ് അഡിക്ഷൻ പ്രശ്നങ്ങൾ, പോണോഗ്രഫി അഡിക്ഷൻ കേസുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കേസുകൾ കുട്ടികളുടെ അടുത്ത് നിന്ന്. അതും ഭയങ്കര അത്ഭുതമാണ്. പാരൻറ്റ്സ് ഒരിക്കലും എന്താണ് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുമോ എന്ന് ആലോചിക്കുന്ന പാരൻറ്റ്സ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത്ര കൂടുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുള്ള സമകാലിക ലോകത്ത് ദർ ഈസ് നോ പ്രോപ്പർ സിസ്റ്റം ദാറ്റ് ക്യാൻ അഡ്രസ് ഇറ്റ്. ശരിക്കും ഇതിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ദീനാണ്. അത് പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൈക്കോളജിക്കൽ മെൻറ്ററിങ്ങും ഹാബിറ്റ് ഫോർമേഷൻ ചാർട്ടൊക്കെ വെച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതാണ് ദാറ്റ്സ് വാട്ട് വി പ്ലാനിങ് ടു ഡു ഇൻഷാ അല്ലാഹ് ഇൻ ഖാഫ് അക്കാഡമി. അപ്പോൾ അതിൻ്റെ വർക്കുകളായിട്ട് അൽഹംദുലില്ലാഹ് മുന്നോട്ട് തന്നെ പോവാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിൽ ബർക്കത്ത് നൽകട്ടെ. ആമീൻ. നമ്മുടെ കൂടെ വവിശിഹ സാറ് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ആത്മഹത്യ പ്രേരണ പിന്നെ കാണിക്കുന്ന സമയത്ത് തന്നെ അത് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ അതിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ഖഫ് അക്കാഡമിയുടെ പോഡ്കാസ്റ്റ് ഇനിയും ഇൻഷാ അല്ലാഹ് പാരൻറ്റ് സീരീസ് ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.